റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പാലക്കാട് ശ്രീരാം പാളയം വാർഡിനായി ബിജെപിയിൽ പിടിവലി. മികച്ച ഭൂരിപക്ഷത്തിൽ ബിജെപി തുടർച്ചയായി വിജയിക്കുന്ന വാർഡ് ജനറൽ വിഭാഗമായതോടെയാണ് നേതാക്കളെ തമ്മിൽ തല്ല്. ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് അടക്കം 3 നേതാക്കൾ സീറ്റ് ആവശ്യപ്പെട്ട് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, എന്താണ് അവിടുത്തെ ബിജെപിയിലെ തമ്മിലടി? സ്മൃതി, ഏതായാലും ഈ 3ാം ഭരണമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. പക്ഷേ അവർക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. പ്രവർത്തകരും നേതാക്കളും തമ്മിൽ പല വിജയ സാധ്യതയുള്ള വാർഡുകൾക്ക് വേണ്ടിയും ഇപ്പോൾ വലിയ രീതിയിലൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ശ്രീരാം പാളയം എന്ന് പറയുന്ന വാർഡാണ്. അവിടെ ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ വാർഡിന് വേണ്ടിയുള്ള ഒരു നീക്കം നടത്തുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മുൻ കൗൺസിലർ സുനിൽ മോഹൻ, ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള സി മധു എന്നിവർ ആ വാർഡിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഏതായാലും ആ വാർഡിൽ ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചില്ല. ഈ 3 നേതാക്കളും സി കൃഷ്ണകുമാർ പക്ഷത്തുള്ള നേതാക്കളാണ്. പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷനാണ്. ഏതായാലും പ്രശാന്ത് ശിവനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് 2 പേരിൽ ഒരാളെ പരിഗണിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ബി.ജെ.പിയുടെ പാലക്കാട് മണ്ഡലം കോർ കമ്മിറ്റി ഇപ്പോൾ ഏതായാലും ഒരു യോഗത്തിൽ അവരുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. മികച്ച ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി തുടർച്ചയായി വിജയിക്കുന്ന വാർഡാണ്. അത് ജനറൽ ആയതോടുകൂടിയാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിലൊരു തർക്കം. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ ഇപ്പോൾ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നുണ്ട്.